ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇഫ്താറിനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിവിടെ ഒരു 5-6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വളഞ്ഞായിരിക്കണം. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ, സ്ക്വയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ ട്രയാങ്കിളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ അളവ് ഈ 6 സ്ലൈസ് തന്നെ വേണമെന്നില്ല, നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിനനുസരിച്ചിരിക്കും കേട്ടോ. അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഒരു 5 എണ്ണമെങ്കിലും മിനിമം എടുക്കുക. ഇനി ഈ ട്രയാങ്കിളായിട്ട് മുറിച്ചെടുത്ത പീസസിനെയൊക്കെ നമുക്ക് ഒന്നുകിൽ ഫ്രൈ ആക്കി എടുക്കുക, അതല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഒരു പീസ് ബട്ടർ ഒന്ന് പാനിൽ നന്നായി തേച്ചിട്ട് ഒരു സൈഡ് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക. ബ്രെഡ് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഈ ബട്ടറിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ബട്ടറിൽ നമ്മൾ ഈ ഒരു സൈഡ് മുഴുവൻ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും കുറച്ച് ബട്ടർ ഇട്ടിട്ട് മറ്റേ സൈഡും കൂടെ മൊരിയിപ്പിച്ചെടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രമേ ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ആ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റും വരും, നല്ല ക്രിസ്പി ആയിട്ടും വരും. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്, ശരിക്കും നല്ല ഒരു റസ്കിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചത്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ 1 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, അതിനേക്കാളും കുറച്ച് കുറവേ എടുത്തിട്ടുള്ളൂ. പഞ്ചസാരയും ചേർത്ത് ഈ പാലൊന്നിങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർക്കുക. അപ്പോൾ പാൽപ്പൊടിയും പഞ്ചസാരയും ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി അതിന് പകരം. അതും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് പാല് വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇടാം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അരികിൽ ഒട്ടി നിൽക്കണ ആ പാടയൊക്കെ നമ്മൾ എടുക്കണം കേട്ടോ. അതിൻ്റെ പാലിലേക്ക് അത് മിക്സ് ചെയ്യണം. ഇപ്പോൾ ആയിട്ടുണ്ട്, ഒരുപാട് കട്ടിയൊന്നും ആവണ്ട, കുറച്ചൊരു ലിക്വിഡി ആയിട്ട് തന്നെയാണ് വേണ്ടത്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഈ ബ്രെഡ് ഒന്ന് നിരത്തി കൊടുക്കുക. ആദ്യം ഒരു ലെയർ നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആക്കി വെച്ച പാലിൻ്റെ പകുതി ഒഴിക്കുക. അപ്പോൾ ആ ബൗളിൻ്റെ അടിയിൽ ഇങ്ങനെ പോയി നിൽക്കണ പാലില്ല, അതൊക്കെ ഈ ബ്രെഡ് വലിച്ചെടുത്തോളും. പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കി വന്ന ബ്രെഡും കൂടെ ഒന്ന് നിരത്തിയിട്ട് അതേപോലെ ബാക്കി പാല് ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ അതിങ്ങനെ കണ്ടാലും കുറച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കട്ടിയാവും കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് ഏതാണോ നട്ട്സ് ഉള്ളത് അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാമും പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇനി വിളമ്പാൻ നേരത്ത് അത് എടുത്താൽ മതി. ഇപ്പം ഞാനത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡ് സ്നാക്കാണിത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയറും ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.